നമുക്കേ അശുമോ അങ്ങോട്ട് പോവാ. ഇവിടെ പോവാ. ഞങ്ങളേ 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു മന ഉണ്ട്, അവിടെ ചെറിയ പണി നടക്കുന്നുണ്ടെന്നൊക്കെ. റിസോർട്ടോ ഉത്സവ കേന്ദ്രം അങ്ങനെ എന്തോ ആണ്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയോക്കെ കേട്ടോ. ഒരു പഴയ മനയാണ്. പഴയൊരു മന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പഴയ കാലത്തെ തറവാട്. 2-3 പ്രേതമൊന്നുമില്ല, 2-3 നിലകളൊക്കെ ഉള്ള പഴയ കാലത്തെ തറവാടിനെ വിളിക്കുന്നതല്ലേ മനാന്ന്. അങ്ങനത്തെ ഒരു മനയായിരുന്നു, ചെറിയ വീടായിരുന്നു എന്നിവർ പറയണു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇവർ അങ്ങോട്ട് അയച്ചു തന്നാലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഗേറ്റിനെ കണ്ടോ, അടിപൊളിയല്ലേ. മുമ്പേ ഈ ഭാഗത്തൊക്കെ ഫുള്ള് പാറകളായിരുന്നു കേട്ടോ, വലിയ വലിയ പാറകളായിരുന്നു. അതിങ്ങനെ മാസങ്ങളോളം ഒരു ചെറിയ JCBയും ഒരു കുറേ ആൾക്കാരൊക്കെ വന്ന് പൊട്ടിച്ച് ഇവിടെയൊക്കെ കുറേ പാറയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്, വീടുകളുടെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. കരിമ്പന വെച്ചിട്ട് ഗേറ്റ് ഉണ്ടാക്കുക, കരിമ്പന ഫർണിച്ചറിന് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ നേരിട്ടത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കൊള്ളാം. ഫുള്ള് കരിമ്പനയുടെ ഉണ്ടത്, ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ കരിമ്പനയുടെ ആ ഒരു തടി വെച്ചിട്ടുണ്ടാക്കിയ ഗേറ്റാണ് കേട്ടോ. നല്ല സെറ്റപ്പ്, ഭയങ്കര ഹെവിയാണ്. കുറച്ചൊക്കെ അറിയുന്നൊന്നുമില്ല, കിട്ടിയിട്ടില്ല. സെക്യൂരിറ്റിയുടെ റൂമൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമായി കഴിഞ്ഞാലേ ഇന്നിങ്ങോട്ട് പോവാ എന്ന് നോക്കിയിട്ട് കേട്ടോ മക്കൾ എൻ്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങൽ പതിവ് കുറവാണ്. എങ്ങനെയും പോകുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. വീടാകെ മാറിപ്പോയിട്ടുണ്ട്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടായിരുന്നേ. പൊളിച്ച് വിൽക്കാൻ ആ ഒരു സെറ്റപ്പിൽ അത്രയും നശിച്ചു പോയിരുന്നൊരു വീടാണ്. അതെടുത്തിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ പതിച്ചിട്ടുള്ള കല്ലുണ്ടല്ലോ, ഉപ്പ പറയുന്നിട്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ കല്ലുകളത്രേ. അത് കുറച്ചൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്നത്, കുറേയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് വലിയ വലിയ പീസുകളാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടേ അതിൻ്റെ ഇടയിൽ കൂടെ നാച്ചുറൽ ഗ്രാസ് കൊടുത്തേക്കാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെ മാറിപ്പോയി. അതിൻ്റെ 4 പുറം അതുപോലെ ഒരു കൈവര് പോലെ ഒരു കെട്ടൊക്കെ കെട്ടി അതിലൊക്കെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് വീടിൻ്റെ ആ ഒരു ആംബിയൻസ് തന്നെ മാറിപ്പോയി. ഭയങ്കര രസമായിട്ട്. എനിക്ക് പണ്ടേ ഇതുപോലത്തെ ഓട് വീടുകളോട് ഭയങ്കര ഇഷ്ടമാണ്, ഈ തറവാട് വീടുകളോട്. നമ്മൾ ഇന്നത്തെ കാലത്ത് കോൺക്രീറ്റ് വീടിനൊന്നും തരാത്ത ഒരു സുഖം, അതിൻ്റെ ഒരു തണുപ്പും അതിൻ്റെ ഒരു ഫീലും ഇങ്ങനത്തെ വീടുകൾക്ക് കിട്ടും. ഇതിൽ താമസിച്ച് വളർന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഭാഗ്യവന്മാരാണെന്നാണ് ഞാൻ പറയുക. ഇന്നും താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ ഈ റൂമൊക്കെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളൊക്കെ ശരിക്കും ഒരു ലക്ഷറി ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഇതൊരു ഹോസ്റ്റലായിരുന്നു കേട്ടോ, മെൻസ് ഹോസ്റ്റൽ. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ താമസിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഞാനിവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട് രാത്രിയൊക്കെ. അന്നൊക്കെ ചെറിയ കുളിച്ച് റൂമുകളൊക്കെ ഇപ്പോഴും ചേർക്കുന്നു. പക്ഷേ നമ്മൾ കയറി അത് പറഞ്ഞു തീർക്കുന്നതിൻ്റെ മുന്നേ ആഷിമോള് ബെഡ്മ ചാരി കയറിയിട്ടാണ്. ഇത് അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, പുള്ളി നമ്മളെ കണ്ടപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്ന് നോക്കിക്കോ എന്നും പറഞ്ഞ് തുറന്നതാണ്. അപ്പോൾ അവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ, ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. അങ്ങനെ ആരും വന്നു തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിന് 3 നിലയാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂം, പിന്നെ ടോപ്പിൽ വലിയൊരു മജിലിസ് പോലെ വലിയൊരു ഹോളാണ്. നല്ല തണുപ്പാണ് കേട്ടോ. അത് പറയാതെ വയ്യ. ഒന്നാമത്തെ 4 പുറത്തും ഫുള്ള് മരങ്ങളും വാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഈ ഓടിട്ട വീട് അതായതുകൊണ്ടായിരിക്കാം ഭയങ്കര തണുപ്പാണ്. ഇച്ചിരി ഇടുക്കുണ്ട്, എല്ലാത്തിനും ഇച്ചിരി ഇടുക്കുണ്ട്. ആ വീട് ചുമരൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ഫർണിച്ചറൊക്കെ മാറ്റി എന്താ പറയുക ഒരു ക്ലാസ്സാക്കി മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഈ സ്വിച്ചുകളൊക്കെ ഇവിടെ കുറേയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ബാക്കി ഇവർ എവിടേക്കോ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അതവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും ആ ഒരു സ്വിച്ചുകളൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് പഴയ സാധനങ്ങൾ ഒരുപാട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്ത്, അല്ലെങ്കിൽ ഈ വീട് റിനോവേഷൻ ചെയ്തിട്ട് ഈ ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്തെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവരത് പുതുക്കി പണിയാനെടുത്ത സമയത്തിൻ്റെയും അതിനെടുത്ത കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് അവിടെ കാണാനുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ശരിക്കും ഒരു മോഡുലറായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒരു ആധുനിക കാലത്തിൻ്റെതായിട്ടുള്ള തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു കിച്ചൺ മാത്രമാണ്. പിന്നെ ഈ കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കിണറിൻ്റെ അടിയിൽ നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ കിണറിൻ്റെ ഏറ്റവും അടിയിൽ വെള്ളത്തിൻ്റെ രുചി കൂടാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കൂടാൻ വേണ്ടിയിട്ട് അവർ അതിനകത്ത് നെല്ലിപ്പലക എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുള്ള നെല്ലിപ്പലക ഇട്ടിട്ടുള്ള കിണറാണത്. പിന്നെ അതിൽ നമ്മൾ ഇടയ്ക്ക് കണ്ടത് ഡൈനിങ് റൂമാണ്. അതിന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പും കൂടെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും
വീട് അടിപൊളി. ഇതിൻ്റെ ഒരു പഴയ പിക്ക് ഇൻഷാല്ല ഞാൻ കാണിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, ചെയ്തെടുത്തത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു കുളം, പണ്ട് പൊട്ടിപ്പൊളഞ്ഞ കുളമായിരുന്നു. നമ്മൾ വീട്ടിൽ കിണറില്ലാത്ത സമയത്ത് പൈപ്പ് വെള്ളം യൂസ് ചെയ്തിരുന്ന ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് പൈപ്പ് വെള്ളം ചില സമയത്ത് സ്റ്റോപ്പാകും, 1-2 ദിവസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഉള്ള തിരുമ്പാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് കുളിച്ചിരുന്ന കുളം കൂടിയാണ് കേട്ടോ അത്. ഈ ഒരു കോലത്തിൽ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അതിലിപ്പോൾ ഇറങ്ങാൻ തോന്നൂല. കാരണം ആ ഒരു അത്രയും ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അവരത്. അതിനകത്ത് നിന്നിട്ട് എവിടെ നിന്നിട്ട് എന്ത് ഫോട്ടോ എടുത്താലും വല്ലാത്തൊരു ഫ്രെയിമാണ് എന്തായാലും. പൊളിഞ്ഞ് ഇത് എന്താ പറയുക, പഴയ വിലക്ക് പൊളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഒരാളെടുത്തിട്ട് ഈ ഒരു ലെവലിലേക്ക് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് സമയം ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അതിങ്ങനെ ആക്കിയിട്ടുള്ളത്. അത് നമുക്കറിയാം. കാരണം വർഷങ്ങളോളം അതിനകത്ത് പണിക്കാരുണ്ടായിരുന്നു. കുറേ ഇതായിട്ട് ആ ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പം ഓടിക്കളിച്ചേർന്ന മുറ്റാണത്. ചെക്കന്മാരായിട്ട് വന്നിട്ട് കളിക്കലും ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ക്യാമ്പ് പിള്ളേരൊക്കെ. ഇതിനകത്ത് ഇന്നൊന്നും ഇവിടെ ആരും താമസക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു വഹാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അവർ പിന്നെ ഇവിടുന്ന് മാറിപ്പോയി, എവിടെ പോയെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് വിറ്റ് മാറി വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആൾക്കാരുടെ കയ്യിൽ ഇത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇവർ ശ്രീകൃഷ്ണപരമ ഹെറിറ്റേജ് എന്നും പറഞ്ഞിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഹോം സ്റ്റേ എന്ന് തോന്നുന്നുണ്ട് ആ ഒരു പഴയ ഒരു ലെവലിലേക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഈ ലോക്കൽ മലയാളീസിനേക്കാളും കുറച്ചും കൂടെ ഈ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് പോകാൻ സാധ്യതയില്ല. പഴയ ഒരു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ആ തണുപ്പും ആ ഒരു കുളിർമയൊക്കെ കിട്ടാനും ആ ഒരു ഇതൊക്കെ ആസ്വദിക്കണം. ഫ്രണ്ടിൽ കുറേ വലിയ വാഴത്തോട്ടവും തെങ്ങും വേറെ ഫീലായിരിക്കും. നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് പോകാൻ തോന്നില്ല. പിന്നെ ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും താമസം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടു. അപ്പോൾ അവർക്കിത് നമ്മളെ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ പോലെ ഒരു ഹെറിറ്റേജ് എന്ന് പറഞ്ഞ വേറെ സെക്ഷനാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് പണിത് വന്നത് ഇങ്ങനെ ആക്കിയെടുത്തല്ലോ ഭയങ്കര ഒരു അത്ഭുതം തോന്നിപ്പോവുക. കാരണം അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് വീടാനായി വരുന്ന ഒരു വീട്, ഒരു പഴയ ഒരു വീട് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയല്ലേ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങനത്തെ ഒരുപാട് വീടുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആലപ്പുഴയിലൊരു ദ്വീപിനകത്ത് പുള്ളി ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളി അന്നത് കണ്ടിട്ടുണ്ടാവില്ല, ഇത് ചെറുതാവുകൊണ്ടായിരിക്കും. എന്തായാലും അത് ആ ഒരു ലെവലിലേക്ക് നിർത്തിയിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇൻ്റർവ്യൂ എപ്പോഴും കാണുന്ന ഒരാളാണ് ഞാൻ. മൂപ്പര് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇതുപോലത്തെ വീടുകളും നമ്മുടെ പൈതൃകങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാവരും എന്നൊക്കെയാണ് എപ്പോഴും പറയാറ്. എന്തായാലും ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത്. ഇത് അതിൻ്റേതായിട്ടുള്ള ഇവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഉദ്ദേശം മാറാണ്ട് അതുപോലെ മുന്നോട്ട് പോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവും. കാരണം നമ്മുടെ വീടിന് മുന്നിൽ ഇങ്ങനൊരു സംഭവം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക എന്നുള്ളതിന് നമുക്ക് അഭിമാനമല്ലേ. വീടിന് നേരെ മുന്നെയാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ കയറി ഇറങ്ങുക എന്നുള്ള ഒരു ടാസ്ക്കാണ് കേട്ടോ, നടന്നിട്ട് കയറി ഇറങ്ങുക എന്നുള്ളത്. ഏകദേശം നല്ലൊരു കയറ്റാണ്. ഈ വഴിയൊക്കെ അവർ ഇൻ്റർലോക്കൊക്കെ പെട്ടതാണ്. മുന്നേ വരെ പൊട്ടിപ്പൊളഞ്ഞ ഒരു ചാല് പോലെ ആയിരുന്നു, അതിൽ കൂടെ കയറി ഇറങ്ങലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇട്ടപ്പോൾ വണ്ടിയൊക്കെ വരാൻ നല്ല സുഖമാണ്. ഇവിടെ മുമ്പൊക്കെ ഇപ്പോൾ നോമ്പിൻ്റെ ഒരു കാലം കൂടെ ആയതുകൊണ്ട് പറയുന്നത് കേട്ടോ, ഈ ഹോസ്റ്റൽ നടത്തിയിരുന്നത് ഒരു മലപ്പുറത്തുള്ള ഒരാളാണ്. അന്ന് പിള്ളേർ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ ലോക്കൽ ചെക്കന്മാർ, ഞങ്ങളെ കുറേ ചെക്കന്മാരും ഈ ഇവിടുത്തെ താമസിക്കുന്ന പിള്ളേരും ഈ ഹോസ്റ്റൽ നടത്തിയിരുന്ന ആളും കൂടെ കൂടിയിട്ട് ഇവിടെ ഒരു നോമ്പുറയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, അതിൻ്റെ ആ ഓർമ്മകളൊക്കെ നല്ല രസമായിരുന്നു. കുറേ ചെക്കന്മാർ മാത്രമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഫുഡൊക്കെ കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി ആ ഒരു നോമ്പറൊക്കെ ഒരു ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്നൊരു സംഭവമാണ്. എന്തായാലും ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കൗതുകമാണ് തോന്നുന്നത്, ഒരു വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നത്. ആ വീട് ഇങ്ങനെ ആക്കിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവരിടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തരാറുണ്ട്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര നല്ല നീറ്റാക്കിയിട്ടുണ്ട്, ഒരു ക്ലാസ് ആക്കിയിട്ടുണ്ട്, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒനൂസ് ഡേ തന്നെ അവർ പറയില്ല, ഞാൻ തന്നെ പറയാം.